സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ മത്സരിക്കുന്ന വിദ്യാലയങ്ങളിൽ ഒന്നായ പട്ടം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ പ്രാക്ടീസിംഗ് സെഷനിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ കലോത്സവത്തിന് തട്ടുണരുമ്പോൾ പട്ടം വിട്ടുകൊടുക്കാത്ത പോരാട്ടത്തിന് റെഡിയാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പരിശീലനമാണ് ഈ കാണുന്നത്. മൈമുണ്ട്, കഥാപ്രസംഗമുണ്ട്, അപ്പുറത്ത് വാദ്യോപകരണങ്ങൾ കൊണ്ടുള്ള പല മത്സര ഇനങ്ങളുണ്ട്. അതോടൊപ്പം ഒപ്പനയുണ്ടായിരുന്നു, ഒപ്പനക്കാരുടെ പ്രാക്ടീസ് കഴിഞ്ഞു പോയി. അങ്ങനെ വലിയ രീതിയിൽ 150-ലധികം വിദ്യാർത്ഥികളാണ് പട്ടം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ നിന്ന് മാത്രം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരിക്കാനെത്തുന്നത്. 14 ഗ്രൂപ്പ് ഇനങ്ങളും അതോടൊപ്പം മറ്റ് വ്യക്തിഗത ഇനങ്ങളുമുണ്ട്. ഓവറോൾ കിരീടം ലക്ഷ്യം വെച്ചാണ് ഇത്തവണ പട്ടം കലോത്സവത്തിന് ഇറങ്ങുന്നത്. ഇതാ ഇപ്പോ ഇവിടെ കഥാപ്രസംഗത്തിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന പരിശീലിക്കുന്ന ടീമുണ്ട്. എങ്ങനെയാണ് റെഡിയായോ? റെഡിയായി, പൊളിക്കും. സെറ്റ് അല്ലേ? ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ട്, എന്നാലും സ്റ്റേജിൽ കയറുമ്പോൾ നമ്മൾ പൊളിക്കും. ഫുൾ ടീം എങ്ങനെയാ ഒന്ന് ചെറുതായിട്ട് കാണിച്ചു തരുമോ? വടക്കൻ മലബാറിന്റെ ഹൃദയഭാഗമായ വയനാട്, മലനിരകളാൽ ബന്ധിച്ചു കിടക്കുന്ന വയനാടിന്റെ പ്രധാന ഭാഗമായ സുൽത്താൻ ബത്തേരിയുടെ തെക്കു പ്രദേശത്തുള്ള മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട വെള്ളരിപ്പാടം, ചൂരൽമല, അത്തമല, മുണ്ടകൈ എന്നീ പ്രദേശങ്ങൾ ഒത്തുചേരുന്ന മനോഹരമായ ഭൂപ്രദേശം വയനാട്. ചൂരൽമലക്കാരെയും മേപ്പാടിക്കാരെയും ഒക്കെ ഓർത്തുകൊണ്ടാണ് അതാണ്. ടീം എന്തായാലും നമ്മുടെ സമകാലിക സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള വിഷയം തന്നെ അവതരിപ്പിക്കാമെന്ന് കരുതി വയനാട് ദുരന്തം തന്നെ എടുത്തത്. ഇതാ ഇവിടെ തൊട്ടപ്പുറത്ത് നോക്കുകയാണെങ്കിൽ അസാധ്യ മെയ്വഴക്കത്തോടു കൂടി ഇവിടെ മൈമിന്റെ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. ഒരു മിനിറ്റ് എങ്ങനെയുണ്ട് പ്രാക്ടീസ്? എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നുണ്ട്. വല്ലാത്തൊരു മെയ്വഴക്കമുള്ളത്, ചാടി മറിഞ്ഞ് തലേക്ക് ഇടയിൽ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മളെ സ്വപ്നമാണ് സ്റ്റേജിൽ പോകണം എന്നുള്ളത്, അത് നടക്കാൻ പോവുകയാണ്. പട്ടത്തെ പിള്ളേരപ്പോ സെറ്റാണ്, നമ്മൾ പൊളിയാണ്. പട്ടത്തെ പിള്ളേര് ഫുൾ പവറാണ്. പട്ടത്തെ പിള്ളേര് പൊളിയാണ്, സെറ്റാണ്. പട്ടത്തെ പിള്ളേര് പവറാണെന്നുള്ള ഈ ഒറ്റ മൈമ കണ്ടാൽ മാത്രം മതി. അത്രയും എനർജറ്റിക് ആണ് ഇവരുടെ ഈ പെർഫോമൻസ്. അതോടൊപ്പം മറ്റുള്ള ഈ സ്കൂളിലെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള ലൈസൻസ് സാർ ഉണ്ട്. സാർ എങ്ങനെയാ പ്രാക്ടീസ് ഒക്കെ അടിപൊളി? പട്ടം ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന കലോത്സവം വളരെ അഭിമാന പ്രശ്നമാണ്. ഏകദേശം 14ഓളം ഗ്രൂപ്പ് ഐറ്റമാണ് പട്ടം ഗേൾസിൽ നിന്ന് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. 150ഓളം വിദ്യാർത്ഥികൾ. അത് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രമാണ്. എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ഒരു സർക്കാർ വിദ്യാലയം ഈ പട്ടം ഗേൾസ് തന്നെയായിരിക്കും. വേറെ ഒരു വിദ്യാലയം ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിട്ടുള്ള സർക്കാർ സ്കൂളും പട്ടം ഗേൾസ് ആണ്. നിർത്തിയോ? ചവിട്ടുനാട നിർത്തിയോ? തുടങ്ങിക്കോ. അല്ല, അതിപ്പോ എല്ലാരും കൂടി സ്റ്റേജൊക്കെ ചവിട്ടി പൊളിക്കോ നാളെ? പൊളിക്കും, ഉറപ്പായിട്ടും. അവസാനം പട്ടം സ്കൂളുകാര് സ്റ്റേജ് ചവിട്ടി പൊളിച്ചു ഉറപ്പായിട്ടും പറയും. അല്ല, അത്രയും പവർ കാണുമ്പോ സ്റ്റേജ് പൊളിയെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും പൊളിയും. അപ്പൊ പൊളിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി പൊളിച്ചിട്ട് ഇറങ്ങും. അപ്പൊ പട്ടത്തെ പിള്ളേരുടെ പവർ കാണിക്കും. പ്രാക്ടീസ് ഒക്കെ സെറ്റ് ആയിട്ട് പോകുന്നില്ല? സെറ്റായിട്ട് പോകുന്നുണ്ട്. അടിപൊളിയാണ്. ടെൻഷൻ ഉണ്ടോ? ഈ ചവിട്ടുമ്പോ ഇടയ്ക്ക് കാല് ഇല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ പട്ടം ഗവൺമെന്റ് ഗേൾസ് സ്കൂള് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പൂർണ്ണമായി തയ്യാറായിരിക്കുകയാണ്. ഈ 14 ഗ്രൂപ്പ് ഇനങ്ങളുടെയും അതോടൊപ്പം വ്യക്തിഗത ഇനങ്ങളുടെയും എല്ലാം പരിശീലനം അവസാന ഘട്ടത്തിൽ അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഫെബിൻ ദേവിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.